ജനപ്രതിനിധികളാണ് പോലും. ഇവരെ എന്തു വിളിക്കണം? നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്നാണ് പഴമൊഴി. ഈ പഴഞ്ചൊല്ല് അക്ഷരാർത്ഥത്തിൽ ചേരുന്നത് കോഴഞ്ചേരിക്ക് തന്നെ. മറ്റെങ്ങും പോകേണ്ടതില്ല, പഞ്ചായത്ത് സ്റ്റേഡിയത്തിലൊന്ന് കാലുകുത്തി നോക്കണം. അപ്പോഴറിയാം ഭരണക്കാരുടെ ദീർഘവീക്ഷണവും നാട്ടുസ്നേഹവും തലമുറകളോടുള്ള കരുതലും. കേരള സർക്കാർ ഒളിമ്പിക്സിന്റെ മാതൃകയിൽ സ്കൂൾ കായിക മത്സരങ്ങളടക്കം സംഘടിപ്പിക്കുകയാണ്. കായിക താരങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ വാർത്തെടുക്കുകയാണ് ലക്ഷ്യം. എന്നാൽ കോഴഞ്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയം കണ്ടാൽ ഭരണക്കാരുടെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാം കായിക സ്വപ്നം പുറത്തുവരും. സ്റ്റേഡിയമാണോ, മീൻകുളമാണോ, വണ്ടി പാർക്കിംഗ് ഇടമോ, നിർമ്മിത വനമോ, അതോ ഡബ്ബിംഗ് സ്റ്റേഷനാണോ എന്താണെന്ന് നേതാക്കൾ തന്നെ വിശദീകരിക്കേണ്ടി വരും. വോളിബോൾ, ഫുട്ബോൾ രംഗങ്ങളിൽ നിരവധി പ്രതിഭകളെ വാർത്തെടുത്ത കോഴഞ്ചേരിയിൽ പ്രഭാത സായാഹ്ന നടത്തത്തിനു പോലും സ്റ്റേഡിയം കൊണ്ട് പ്രയോജനമില്ലെങ്കിൽ മന്ത്രിയും എംപിയും ത്രിതല പഞ്ചായത്ത് നേതാക്കളും നാടിന് എന്തിന്? 2006 3 ഏക്കർ സ്ഥലം സ്റ്റേഡിയത്തിനായി ഏറ്റെടുത്തതാണ്. തുടർന്ന് ഇവിടെ ദേശീയ ടീമുകൾ പങ്കെടുത്ത വോളിബോൾ മത്സരങ്ങളും മറ്റും നടന്നു. പിന്നെ എല്ലാം തകിടം മറിഞ്ഞു. ഇതിനോട് ചേർന്ന് കൃഷിഭവൻ, ആയുർവേദ ആശുപത്രി, വനിതാ സഹകരണ സംഘം, DTPC കെട്ടിടം, CI ഓഫീസ്, മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവ പണിതു. ഇതിനിടയിൽപ്പെട്ട ഓപ്പൺ എയർ സ്റ്റേഡിയവും കമ്മ്യൂണിറ്റി ഹാളും ഞെരിഞ്ഞമരുകയാണ്. കായിക താരങ്ങൾക്ക് പ്രയോജനപ്രദമായ നിലയിൽ സ്റ്റേഡിയം വികസിപ്പിക്കാൻ കാലാകാലങ്ങളിൽ വന്ന ഭരണസമിതികൾ തയ്യാറായില്ല. ഇതിനിടയിലാണ് കൂനിന്മേൽ കുരു പോലെ വെള്ളപ്പൊക്കത്തിലെ അവശിഷ്ടവും ഇവിടെ തന്നെ കൂട്ടിയിട്ടത്. കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് ഉള്ള ഏക സ്റ്റേഡിയമാണ് നമ്മുടെ കോഴഞ്ചേരി ടൗണിൽ കാണുന്ന സ്റ്റേഡിയം. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞ വർഷം ആറ്റിൽ നിന്നും വാരിയിട്ട മണ്ണ് മാറ്റാൻ വേണ്ടി പല പ്രാവശ്യം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചെങ്കിലും അത് ലേലം പോയില്ല. അത് കഴിഞ്ഞ് അവർ നമുക്ക് പഞ്ചായത്തിന് അനുവാദം തന്നു ആ മണ്ണ് അവിടെ നിരത്താൻ. അത് നിരത്തി ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ അതിൻ്റെ പുതിയൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2.5 ലക്ഷം രൂപ അതിന് വെച്ചിട്ടുണ്ട് DPR തയ്യാറാക്കാൻ. DPR തയ്യാറാക്കി കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റ് ആക്കിക്കൊണ്ട് അത് ഡെവലപ്പ് ചെയ്യാനുള്ള നടപടികളിലേക്ക് ഞങ്ങളിപ്പോൾ ഈ വർഷം തന്നെ ഞങ്ങളതിന് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ഈ ജനുവരി മുതൽ അവിടെ പുഷ്പമേളയും സുവിശേഷ യോഗങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ജനുവരി 10 മുതലാണ് അവിടെ പുഷ്പമേള നടക്കുന്നത്. അതിന് മുമ്പായിട്ട് സ്റ്റേഡിയം ഞങ്ങൾ ലെവൽ ചെയ്ത് കറക്റ്റ് ആക്കുന്നതാണ്. കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ അധീനതയിൽ തണങ്ങാട്ടിപ്പാലത്തിനോട് ചേർന്ന് ഒരു പഞ്ചായത്ത് സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അത് സ്റ്റേഡിയമാണോ മാലിന്യ കൂമ്പാരമാണോ എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ്. ഒരു 4-5 സർക്കാർ സ്ഥാപനങ്ങൾ അതിൻ്റെ അകത്ത് ഇപ്പം പ്രവർത്തിക്കുന്നു. ഒരു സൈഡിൽ മാലിന്യം, കോഴഞ്ചേരി പഞ്ചായത്തിൻ്റെ വേസ്റ്റ് പ്ലാന്റ് അവിടെയാണ് പ്രവർത്തിക്കുന്നത്. മുഴുവൻ മണ്ണ് കൂടി ചള്ള കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പല ആൾക്കാരും, കച്ചവടക്കാരും, ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നവരും ബസ് വൈകിട്ട് കൊണ്ട് പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. പല കാലങ്ങളായി നമ്മൾ പറയുകയാണ് ഈ സ്റ്റേഡിയം ഒന്ന് വൃത്തിയാക്കിയെടുത്ത് ഇവിടുത്തെ കായിക വിനോദത്തിന് വേണ്ട സാഹചര്യങ്ങൾ ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. അതിനുവേണ്ട ഒരു സാഹചര്യവും പഞ്ചായത്ത് കൊണ്ടാടുന്നില്ല. മാത്രവുമല്ല, സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. നമ്മൾ നശിച്ച് നാറാണക്കല്ലായി കാട് പിടിച്ച് ചെളി കൂടി അങ്ങോട്ട് കയറുവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. സാമൂഹിക വിരുദ്ധർ അവിടെ നിന്ന് മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ആ സ്റ്റേഡിയത്തിനുള്ളിലെ കെട്ടിടത്തിൻ്റെ താഴ്വശത്തൊക്കെയാണ് നടക്കുന്നത്. ഇതെല്ലാം പഞ്ചായത്തിനും ഇവിടെ അധികൃതർക്കും അറിയാം. എന്നാലും ഒരു നടപടിയും എടുക്കാതെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കോഴഞ്ചേരിയിൽ നടക്കുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതൊരു രാജ്യത്തും ജനപ്രതിനിധികൾക്ക് ലക്ഷ്യബോധവും തലമുറകളോടുള്ള കരുതലും ഇല്ലെങ്കിൽ പിന്നെന്തു പറയാൻ, ആരോട് പറയാൻ? ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.